Hi friends, welcome to Recipes Recooked. ഇന്ന് നമുക്ക് ചില്ലി പനീർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. പനീർ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള, അതായത് ഒരു 10 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ നമുക്ക് ചില്ലി പനീർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഈ ചില്ലി പനീർ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ചൂടായിട്ടുള്ള ഒരു ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ശരിക്കും ചില്ലി പനീർ പോലെയുള്ള ചൈനീസ് ഐറ്റംസ് ഒക്കെ തയ്യാറാക്കുന്നത് ഫ്ലേവർ ഇല്ലാത്ത സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ, അതുപോലെ പ്രത്യേകിച്ച് ഫ്ലേവർ ഇല്ലാത്ത എണ്ണയിലാണ്. ഇനി ഇതിനു പകരം 1 ടേബിൾ സ്പൂൺ വെണ്ണ എടുത്താലും മതി. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ടേസ്റ്റിന് ഒരു മാറ്റവും ഇല്ല. അപ്പോൾ നിങ്ങളുടെ താല്പര്യം പോലെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ എടുക്കാം. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, എല്ലാ ചൈനീസ് ഐറ്റവും നല്ല ഹൈ ഹീറ്റിലിട്ട് പെട്ടെന്ന് വഴറ്റിയെടുക്കണം. അതുകൊണ്ട് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആക്കിയിട്ട് വേണം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഇനി എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നല്ല പൊടിയായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നല്ല പൊടിയായിട്ട് അരിഞ്ഞത്, 4 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ വൈറ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിന്റെയും ഒക്കെ ഒരു പച്ചപ്പൊന്ന് മാറുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു സവോളയും ഒരു ക്യാപ്സിക്കവും ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു ചേർക്കാം. ഞാനിവിടെ 3 നിറത്തിലുള്ള ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. ചെറിയ ക്യാപ്സിക്കം ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു പകുതി റെഡ് ക്യാപ്സിക്കം, ഒരു പകുതി യെല്ലോ ക്യാപ്സിക്കം, ഒരു പകുതി ഗ്രീൻ ക്യാപ്സിക്കവും ആണ് എടുത്തിട്ടുള്ളത്. ഒരു ഭംഗിക്ക് വേണ്ടി പല നിറത്തിലുള്ള ക്യാപ്സിക്കം ചേർത്തുന്നേ ഉള്ളൂ. ഇനി ഇതുപോലെ പല നിറത്തിലുള്ള ക്യാപ്സിക്കം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും ഒരു ക്യാപ്സിക്കം ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു ചേർത്താൽ മതി. ഇനി ഈ സവോളയും ക്യാപ്സിക്കവും ഒക്കെ ഒരു ഹാഫ് കുക്ക് ആകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ക്യാപ്സിക്കവും സവോളയും ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിന്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർക്കണം. ഞാൻ ഈ സമയത്ത് ചേർക്കാൻ വിട്ടുപോയതാണ്, പിന്നീട് ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ചേർക്കുമ്പോൾ ഈ സമയത്ത് തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നല്ല ഫൈനായിട്ട് അരിഞ്ഞ സെല്ലറി കൂടി ചേർക്കാം. സെല്ലറി കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, പക്ഷെ കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും ചേർക്കണം. സെല്ലറി ചേർക്കുമ്പോൾ ചില്ലി പനീറിന് വേറെ ഒരു സ്വാദാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒത്തന്റിക് ടേസ്റ്റ് കിട്ടും. കൂടെ നമ്മൾ നേരത്തെ ചേർക്കാൻ വിട്ടുപോയ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് ഇപ്പൊ ചേർത്തത് കൊണ്ട് വീണ്ടും ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടാണ് ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻസ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 200 ഗ്രാം പനീർ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു ചേർക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പനീർ ചേർത്തിട്ട് ഒരു 2 to 3 മിനിറ്റ്സ് കൂടി ഗ്രേവിയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പനീർ ഓവറായിട്ട് ചൂടാക്കിയാൽ കട്ടിയായി പോവും. അതുകൊണ്ട് ഒരു 2 to 3 മിനിറ്റ്സ് മാക്സിമം ചൂടാക്കിയെടുത്താൽ മതി. ഇടയ്ക്ക് ആ ടൊമാറ്റോ സോസ് ചേർക്കാൻ വിട്ടുപോയില്ലായിരുന്നെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻസും സെല്ലറിയും പനീറും കൂടെ ഒരുമിച്ച് ചേർത്ത് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് സോട്ടേ ചെയ്തെടുത്താൽ മതിയായിരുന്നു. ഇതിപ്പോൾ ഞാനിവിടെ തയ്യാറാക്കുന്നത് ചില്ലി പനീർ ഡ്രൈ ആണ്. നിങ്ങൾക്കിനി ചില്ലി പനീർ ഗ്രേവി ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ പനീർ ചേർക്കുന്നതിന് മുന്നേ 1 ടീസ്പൂൺ കോൺഫ്ലവർ 1/2 കപ്പ് വെള്ളത്തിൽ കലക്കി ചേർത്താൽ മതി. എന്നിട്ട് അതൊന്ന് തിളച്ച് വന്നിട്ട് മാത്രം പനീർ ചേർത്താൽ മതി. അതുപോലെ ഞാനിവിടെ പനീർ ഫ്രൈ ചെയ്തിട്ടല്ല ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് താല്പര്യം പോലെ ഒന്നില്ലെങ്കിൽ ബട്ടറിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർക്കാം, അല്ലെങ്കിൽ പനീറിൽ ഉപ്പും കുരുമുളക് പൊടിയും കോൺഫ്ലവറും കൂടി ഒന്ന് കോട്ട് ചെയ്തിട്ട് എണ്ണയിലിട്ട് ഡീപ് ഫ്രൈ ചെയ്തിട്ടും ചേർക്കാം. ഇതുപോലെ ഫ്രൈ ചെയ്യാതെ ചേർക്കുമ്പോൾ പനീർ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് മെയിൻലി ഞാൻ പനീർ ഫ്രൈ ചെയ്യാത്തത്.
അതുപോലെ ചില്ലി പനീർ എപ്പോഴും ഒന്നില്ലെങ്കിൽ ഡ്രൈ അല്ലെങ്കിൽ ഒരു സെമി ഗ്രേവിയാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. നമ്മൾ ഇതിലോട്ട് പല സോസസ് ചേർത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ. അതുപോലെ കുരുമുളക് പൊടി ചേർക്കുമ്പോഴും എരിവ് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ദാ അത്രയേ ഉള്ളൂ, ചില്ലി പനീർ ഡ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതൊരു പെർഫെക്റ്റ് സ്റ്റാർട്ടർ ആണ്. ഫ്രൈഡ് റൈസിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വ്ളോഗിലൂടെ മറ്റൊരു റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് റെസിപ്പീസ് റീകുക്ഡ്.